സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയല്ലേ സജനയുടെ മൂക്കിന് ഒരു മൂന്ന് ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് അങ്ങനത്തെ അഡിക്ഷൻ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ റസൂൽ പൂക്കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സ് ആയിട്ടുള്ള കുറച്ച് ഒരു നല്ല സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് അയാൾ അയച്ചത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടി വന്നതിന് ശേഷമാണ് റെക്കോർഡിംഗ്, ഒറ്റ മൂവിയുടെ പാട്ടിന്റെ റെക്കോർഡിംഗാണ് സജനനുമായിട്ട് പോയത്. സജനനുമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലുന്നതും ഇവർ തമ്മിൽ കാണുന്നതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാൾ ഞങ്ങൾ കഴിച്ച പോലത്തെ മെസ്സേജ് സജനക്ക് അയച്ചു. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയുക കാലം നീട്ടിവെച്ചോണ്ടിരിക്കുന്ന സജന വീഴാൻ വേണ്ടിയിട്ട് ഏതൊരാണോ എന്നാലും സജന വീഴും. സജന നല്ല പ്രേമ കൊടുക്കും. ഞങ്ങൾ ലിറ്ററലി കണ്ണോട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയല്ലേ സജനയുടെ മൂക്കിന് ഒരു 3 കിലോ ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് അങ്ങനത്തെ അഡിക്ഷൻ. ഇവിടെ ഏതെങ്കിലും പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം സജനയുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറി സജന സ്റ്റേജിൽ സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവിടെ സ്റ്റേജിൽ ഇറങ്ങി പോകുന്നില്ല. കവർ ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ പിള്ളേർ കവർ ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജന സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ അവൾ ചെയ്ത കാര്യമാണ് ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് എന്താണ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. ആ സാധനം കണ്ടിട്ടേ ഇല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കുറെ ദിവസമായി ഇതുപോലുള്ള കുറെ അധികം കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരറ്റത്തൂടെ ഫിറോസ്, മറ്റൊരറ്റത്തൂടെ സജിന, അതിന്റെ മറ്റൊരറ്റത്തൂടെ റസൂൽ. എന്തോന്നാണ് ഇത്? അവരാധ കഥകൾ കേട്ട് 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 നാട്ടുകാരുടെ ചെവി തഴമ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്ന് വേണം എടുത്തു പറയാനായിട്ട്. ഇവറ്റൊക്കൊന്നും വേറെ പണിയില്ലേ ശരിക്കും പറഞ്ഞാൽ. ഇതെന്തോന്നാണിത്? നിങ്ങൾക്കിടയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം കൂടി നാട്ടുകാരെ മൊത്തം അങ്ങ് അറിയിച്ചേക്കാന്നുള്ള ശബ്ദം ഇവരെടുത്തിരിക്കുകയാണോ? അതോ ഇതെല്ലാം ഒരു തരം നാടകമാണോ? ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ടുള്ള നാടകമല്ലോ ആണോ? ഈ കിടന്ന് നാട്ടുകാരെ പറ്റിക്കുകയാണ് കിടന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഒരറ്റത്തുകൂടെ വൻ രീതിയിലുള്ള തെളിവുകളുമായിട്ട് ഫിറോസ് രംഗത്ത് വരുന്നു. മറ്റൊരറ്റത്തു കൂടി കരഞ്ഞ് നിലവിളിച്ച് തന്നെ സ്വയം വെളുപ്പിക്കാനായിട്ടുള്ള വെപ്രാളത്തിൽ സജിന മറ്റൊരറ്റത്തു കൂടി. ഇതിന്റെ ഇടയിൽ കൂടി റസൂലിന്റെ ഓരോരോരോ ഞെട്ടിക്കുന്ന കഥകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചിന്റെ ചെലവിനോ കുഞ്ഞിനുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തു തരത്തില്ല. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ അരിയെടുത്തു വരണം. ഒരു വാടക വീട്ടിലാണ്. ആ വാടക വീട്ടിൽ നിൽക്കുമ്പോൾ കൊല്ലം തന്നെ പോയത് കൊല്ലം എറണാകുളം ഇങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം വാടക ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് ഒരു വർക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പുള്ളിക്കാരനെ വേണ്ടാന്നുള്ള തീരുമാനം എടുക്കുക. കാരണം ഇത് എത്രയെന്ന് പറഞ്ഞാൽ നമ്മളൊരു പെണ്ണ് സൈസ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഒരു വർക്ക് ചെയ്യണം. ആ സമയത്ത് ഞാൻ ചെറിയ ചെറിയ വർക്കുകൾ, ഷോർട്ട് ഫിലിമുകൾ, അതേപോലെ ചെറിയ കുഞ്ഞു ഫിറോസിന്റെ തന്നെ. ഈ ഫിറോസ് ഖാൻ ഇല്ലാതെ ഞാൻ എവിടെയും പോയിട്ടില്ല. പുള്ളിയുടെ കൂടെ തന്നെ ഫിറോസ് എന്ന് പറഞ്ഞാൽ പുറകെ വന്നിട്ടുള്ളൂ. അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഓർത്തും എന്തിനാണ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത്? വേണ്ട, ഈ ലൈഫ് വേണ്ടാന്ന് വെച്ച് ഇവന്റെ പല വൃത്തിയോടും കണ്ട് അതിനുശേഷം പല പൊക്കി ഞാൻ ലാസ്റ്റ് തീരുമാനം എടുത്തു എനിക്ക് വേണ്ട. എന്തുവാടേ ഇത്? കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടേ? എന്തോന്നിത്? ഒരുമാതിരി ഇല്ല പറയാൻ തന്നെ തോന്നില്ല. അമ്മാതിരിയുള്ള എന്തോന്നിത് കാണിച്ചു കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ. നാട്ടുകാർക്ക് എന്നെ വെറുപ്പ് തോന്നുന്ന തരത്തിലോട്ട് ഒരുമാതിരി തീട്ടക്കേസ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇമാതിരി വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. ഒരു 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 മാന്യത വേണ്ടേ? ഇതൊക്കെ എന്തോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ. അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. നാട്ടുകാർക്ക് തന്നെ തലപ്രാന്ത് പിടിക്കുന്നു ഇതൊക്കെ കേട്ടിട്ട്. നിങ്ങളുടെ കുടുംബ പുരാണം കേട്ട് നാട്ടുകാർക്കിടയിൽ ചർച്ചയാക്കാനായിട്ടുള്ള വല്ല ശബ്ദവും നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ. പക്ഷെ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഓവറായിട്ടുള്ള കാര്യമാണെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം എന്തോന്നാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ. ഒരുമാതിരി ഒരു നാളമില്ലാത്ത രീതിയിൽ അങ്ങ് പച്ചയ്ക്ക് എല്ലാ രീതിയിലും എല്ലാം അങ്ങ് എന്താ വോയിസ് അത് ഇത് മറ്റത് മറിച്ചത് ഒക്കെ തന്നെ അങ്ങ് എടുത്തിട്ട് മെഴുകുവാണ്. ഇതൊക്കെ നാട്ടുകാരൊക്കെ വെച്ചിട്ട് നാട്ടുകാരറിഞ്ഞിട്ട് എന്തുവാണ്? നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് തീർക്കടേ. അതിങ്ങനെ നാട്ടുകാർക്കിടയിലൂടെ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വേണം എല്ലാത്തിനും നാട്ടുകാർക്ക് അങ്ങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഒരു ലിമിറ്റും ഇല്ലാതെ പച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ അങ്ങ് നാട്ടുകാർക്കിടയിൽ ഇട്ടിട്ട് സ്വയം നാറിയാലും കുഴപ്പമില്ല, കോണ്ടന്റ് എന്നുള്ള രീതിയിലാണോ? അതോ നാട്ടുകാരെ പറ്റിച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തരം ഉടായിപ്പ് കളിയാണോ ഇതിലൂടെ കാണിക്കുന്നതെന്ന് പറയുന്നത്? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് പോയി. ഇതിപ്പോ കുറെ ആയി, 1-2 അല്ല, ഒരുപാടായി ഇതിപ്പോ കാണാൻ തുടങ്ങിയിട്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇവരുടെ ശരിക്കുള്ള പ്രശ്നം? എന്താണ്? ഇതൊരു മെഗാ സീരിയലായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഈ പറയുന്ന ഫിറോസും സജിനെയും ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്? ഒരറ്റത്തുകൂടി ഫിറോസ് ബോംബ് പൊട്ടിക്കുന്നു, മറ്റൊരറ്റത്തുകൂടി ഈ പറയുന്ന സജിന അമ്പ് ചെയ്യുന്നു. എന്തുവാടേ ഇതെല്ലാം കൊണ്ട് തറയ്ക്കുന്നത്? ആരുടെ നെഞ്ചത്തോട്ടാ? നാട്ടുകാരുടെ നെഞ്ചത്തോട്ടോ അതോ റസൂൽ പൂക്കുറ്റിയുടെ നെഞ്ചത്തോട്ടോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? ആരെ നാറ്റിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്? സ്വയം നാറ്റിക്കാനാണോ അതോ വേറെ ആരെങ്കിലും നാറ്റിപ്പിക്കാനാണോ? അതിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റ് ഉണ്ട്. ഇത് ലിമിറ്റും ക്രോസ് ചെയ്ത് ഒരു 1.5 പരിപാടിയിലേക്കാണ് നിങ്ങൾ ഈ പൊക്കോണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. പരമ കഷ്ടം തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ.